ഈ കുടുംബവുമായിട്ടുള്ളതായ എൻ്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടേക്ക് വരണമെന്ന് അതിയായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. മരണം, വേർപാട് നമുക്കെല്ലാവർക്കും പ്രയാസമുള്ള, ദുഃഖമുള്ള ഒരു സത്യമാണ്. പക്ഷെങ്കിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നതെല്ലാം ഈ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടെന്നും അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ താൽക്കാലികമാകുന്ന ഈ മരണമോ ഈ വേർപാടോ നമ്മെ തളർത്തുകയും നമുക്ക് ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുന്നത് ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നതുമാണ്. എന്റെ ഈ ലോക ശുശ്രൂഷയിൽ 2017 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ അങ്ങനെയുള്ള ഓർമ്മകൾ എന്നും ഓർത്തു വയ്ക്കുവാൻ, സൂക്ഷിക്കുവാൻ പറ്റിയ ഓർമ്മകൾ എനിക്ക് നൽകിയ ഒരു പ്രിയപ്പെട്ട അമ്മച്ചിയാണ് കടന്നുപോയത്. സാധാരണ വൈദികർ ഇടവകയിൽ വരുമ്പോൾ ആ ഇടവക കുടുംബത്തിന്റെ ഭാഗമാണ് ആ വൈദികൻ. ഈ പ്രിയപ്പെട്ട അമ്മച്ചി അതിലൊക്കെ ഒരു പടി കൂടി ഉയർത്തി ഒരു സ്ഥാനം എനിക്ക് നൽകുകയുണ്ട്, ഒരു മകനെന്ന സ്ഥാനം. ഞാനിവിടെ വന്ന നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ ആരുമില്ലെങ്കിൽ പോലും ഈ അമ്മച്ചി അവരുടെ പഴയ വീട്ടിൽ നിന്ന് ഒരുങ്ങി സാരി എടുത്ത് വൈകിട്ട് 6 മണിക്കുള്ളിൽ വരുന്നത് ഞാൻ ഇന്നും ഇന്നലെ പോലെ തന്നെ ഓർക്കുകയും, ഒരു തവണയല്ല പലതവണ. പാട്ടുകൾ അറിയത്തില്ലെങ്കിലും നമസ്കാരം എടുത്ത് അവിടെ ഇരുന്ന് ആ നമസ്കാരം തീരുന്നവരെ ആ നമസ്കാരത്തിൽ സംബന്ധിക്കും. പിന്നീട് അമ്മച്ചിയോട് സംസാരിക്കുമ്പോഴെല്ലാം വളരെ പ്രത്യാശയുള്ള, വിശ്വാസമുള്ള ഒരു ജീവിതമായിരുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ വൈദികരോടും ഒരേപോലെ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിത്വം. എനിക്ക് എൻ്റെ ഓർമ്മയിൽ എന്നും ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വർഷം ക്രിസ്മസിന് അമ്മച്ചിയുടെ 3 മക്കൾക്ക് അമ്മച്ചി ക്രിസ്മസിന്റെ ഗിഫ്റ്റായിട്ട് അമ്മച്ചി കിട്ടുന്ന പെൻഷൻ അമ്മച്ചി ഭാഗിക്കുകയും, അപ്പോൾ അത് 4ആയിട്ട് അമ്മച്ചി അതിനെ ഭാഗിച്ചു. അപ്പോൾ അമ്മച്ചിയുടെ മൂത്ത മരുമകൾ ചോദിച്ചു, അമ്മച്ചിക്ക് 3 മക്കളാണല്ലോ, ഇത് 4 ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത്, എനിക്ക് 4ാമതൊരു മകൻ കൂടി ഈ പള്ളിയിലുണ്ട്, അത് അന്ന് സേവനമനുഷ്ഠിച്ച രഹീന ഞാൻ. അപ്പോൾ ആ 3 മക്കളുടെ കൂടെ എന്നെ കൂടെ ചേർത്ത് എനിക്കും ആ ക്രിസ്മസിന് ഒരു സമ്മാനം നൽകുവാൻ തക്കമുള്ള ആ മനസ്സ്, അത് എല്ലാവരിൽ നിന്നും എല്ലാ ഇടവകയിലും ലഭിക്കുന്നതായ ഒരു സന്തോഷമോ ഭാഗ്യമോ അല്ല. അത്രയും നല്ലൊരു മനസ്സ്, അവരെ ശുശ്രൂഷിക്കുന്ന, ഇടവക ശുശ്രൂഷിക്കുന്ന വൈദികരെ കരുതുന്ന, സ്നേഹിക്കുന്ന ആ ഒരു മനസ്സ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് സലാരയ്ക്ക് പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് എന്നോട് ഒരു വാചകം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ അച്ഛൻ വരണം, അച്ഛൻ എത്ര ദൂരത്ത് പോയാലും അച്ഛൻ വരണം. ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പക്ഷെങ്കിൽ ഞാൻ തിരികെ വരാൻ വേണ്ടി അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നു, അമ്മച്ചിയെ കണ്ടു. കുറേ നേരം അമ്മച്ചിയുമായിട്ട് പങ്കിടുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് സാധിച്ചു. ആ അവസ്ഥ, സംസാരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലും എന്തെങ്കിലുമൊക്കെ എന്നോട് പറയുവാനുള്ളതായ ആ ഒരു ആഗ്രഹം ഞാൻ ആ കണ്ണുകളിൽ കാണുകയുണ്ടായി. എൻ്റെ പേര് ഓർത്തെടുക്കുന്നു, കുടുംബത്തിലെ ഭാര്യയുടെ മക്കളുടെ പേരുകൾ പറയുന്നു. അങ്ങനെ സന്തോഷം പകരുകയും, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്നേഹം സമ്മാനിക്കുന്ന, കരുതുന്ന വ്യക്തികൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഓടിയെത്തി മതിയാകും. എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു അപമാനം അലക്ഷ്യമാക്കി
അവന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് കുരിശിനെ സഹിച്ചു. അതിനു മുമ്പ് 11-ാം അധ്യായത്തിലും 10-ാം അധ്യായം 9-ാം വാക്യം മുതൽ ഒരു വലിയ സാക്ഷികളുടെ പട്ടികയുണ്ട്. അവരൊക്കെയും പഴയ നിയമകാലത്തെ പിതാക്കന്മാരാണ്. അവരെ കുറിച്ച് പറയുന്നത് അവര് ഈ വാഗ്ദാനത്തെ അവർ കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ അവരെ മുമ്പിൽ കണ്ട് പ്രത്യാശയോടെ ജീവിച്ചു. എന്നാൽ ക്രിസ്തു വന്നപ്പോൾ ഇത് വെളിപ്പെടുത്തി കൊടുക്കുകയും സ്വർഗമുണ്ടെന്നും നിധീവനുണ്ടെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ ആ സന്തോഷം ഓർത്തുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിൽ കുരിശ് സഹിക്കുകയുണ്ടായി. നമ്മുടെ ഈ ലോക ജീവിത യാത്ര അത്ര എളുപ്പമല്ല, സുഖവുമല്ല. നമുക്ക് എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ പ്രത്യാശ ഇതാണ്, ഈ സാക്ഷികളിൽ വലിയൊരു കൂട്ടം നമ്മുടെ മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയി, ഒരു പ്രത്യാശയോടെ കടന്നുപോയി. അതിൽ ഇന്ന് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പേരും കൂടി ചേർക്കപ്പെടുകയും പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിച്ചു. പ്രത്യാശയോടുകൂടി തന്നെ മക്കളെ പ്രവർത്തിക്കുകയുണ്ടായി, പ്രത്യാശയോടെ കൊച്ചുമക്കളെ വളർത്തുകയുണ്ടായി. അമ്മച്ചി പഠിച്ചതായ പരിശുദ്ധ സഭയുടെ വിശ്വാസ പാരമ്പര്യം ഈ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ട് പ്രിയപ്പെട്ട അമ്മച്ചി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനിയും ഈ അമ്മ നമ്മോടൊപ്പം അല്ലെങ്കിൽ പോലും പരിശുദ്ധ സഭയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചി നമ്മൾ ഓർക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് തരുന്നതായ ഒരു സന്ദേശമുണ്ട്, കടന്നു പോകുന്നവരെല്ലാം നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നമ്മളും നമ്മുടെ പൂർത്തിയാക്കുവാനുള്ള ആ ഓട്ടത്തിൽ തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാവരും, നമ്മളെല്ലാവരും ഇന്നോ നാളെയോ ഒക്കെ പോലും നമ്മളും ഈ ഓട്ടം ഓടുകയാണ്. കടന്നു പോകുന്നവർ നമുക്ക് തരുന്ന പ്രത്യാശയിൽ തന്നെ നമ്മുടെ ജീവിതവും പ്രത്യാശയോടെ ജീവിച്ച് പൂർത്തിയാക്കുവാനായിട്ട് നമ്മൾ ഇടയാകട്ടെ. ഈ പ്രത്യേകമാകുന്ന സന്ദർഭത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകമാകുന്ന അനുശോചനം ഈ കുടുംബത്തിന് നേരിടുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ നിങ്ങളോടൊപ്പം ചേരുകയും ചെയ്യുന്ന അവസരം നാം അച്ഛനോട് സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഘടനകളിലെ ഇടവകളിലും ഒക്കെ അനുശോചനം ഒരു സൂചകമായിട്ടുള്ള റീത്ത് സമർപ്പിക്കുവാൻ തക്കമുള്ള സമയമാണ്, സമർപ്പിക്കുവാനുള്ള സമയമാണ്. ഏറ്റവും ആദ്യം സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ജാഗ്രതയുടെ വേണ്ടി ഇടവക ട്രസ്റ്റി സെക്രട്ടറിയുടെ പറഞ്ഞ് റീത്ത് സമർപ്പിക്കും. ഇടവകയുടെ ഫൗണ്ടർ മെമ്പേഴ്സിൻ്റെ ആളായ പ്രിയപ്പെട്ട അമ്മയോടുള്ള ഇടവകയുടെ ആദരാഞ്ജലികൾ ഈ സമയത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. സൊസൈറ്റി ഓഫ് സെയിൻറ്റ് തോമസ് സ്കൂൾ നടത്തുന്ന സൊസൈറ്റി ഓഫ് സെയിൻറ്റ് തോമസിന് വേണ്ടി സൊസൈറ്റിയുടെ ട്രഷറർ സെക്രട്ടറിയോട് ചേർന്ന് ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കും. ഭർത്തമറിയും വനിതാ സമാജത്തിന് വേണ്ടി ഭർത്തമറിയും വനിതാ സമാജത്തിൻ്റെ ട്രസ്റ്റി അംഗങ്ങളോട് ചേർന്ന് പൂക്കൾ സമർപ്പിക്കണം. ഇടവകയുടെ യുവജന പ്രസ്ഥാനം ക്രിസ്ത്യൻ സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് ചേർന്ന് ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കുന്നു. പ്രസ്ഥാനത്തിൻ്റെ ചുമതലപ്പെട്ടവർ, എൻ്റെ പ്രസ്ഥാനത്തിൽ ചുമതലപ്പെട്ടവർ പൂക്കൾ സമർപ്പിക്കും. ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ സൺഡേ സ്കൂളിന് വേണ്ടി സൺഡേ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചേർന്ന് ശുശ്രൂഷകൾ ചേർന്ന് ഈ സമയത്ത് ആമോസിന് പൂക്കൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോഗത്തിന് വേണ്ടി പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറി സിബി നമ്മുടെ ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഈ ഇടഭാഗമാണ്. അച്ഛനും അച്ഛൻ്റെ കുടുംബത്തോട് ചേർന്ന് ഈ സമയത്ത് റീത്ത് സമർപ്പിക്കും. മേഴ്സി തോമസ് അച്ഛന് കുടുംബങ്ങളുടെ സമയത്ത് റീത്ത് സമർപ്പിക്കും. മറ്റേതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ വ്യക്തികളോ സമർപ്പിക്കുവാനുണ്ടെങ്കിൽ
प्रिंसिपल मैडम और स्कूल की टीचर्स इस समय श्रद्धांजलि स्वरूप कर रहे हैं। ओमने बच्चे के बच्चे के ग्रैंड चिल्ड्रन ये सब स्कूल के स्टूडेंट्स रहे हैं। स्कूल से उनका बहुत लगाव रहा है। स्कूल के फाउंडर मेंबर्स ने भी ओमने बच्चे शामिल थे। इस समय उनका श्रद्धांजलि स्वरूप फूलों का अर्पण उन्होंने किया। പൂക്കൾ സമർപ്പിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും ത്രയപ്പെടുത്തിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറിയമേ നിനക്ക് സമാധാനം. ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യക്തിലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധമായ കുമാരാൽ വഴി നിർത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവ് പരിശുദ്ധവുമായുള്ളവേ, ഈ ആത്മാവ് പൊതുപ്രസാദത്തോടെ അവിടെ തന്നെ എതിരേൽക്കുമാറാകണമേ. പുകഴ്ത്തിൻ പ്രാർത്ഥന തിരുമുമ്പിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ ചിന്തിച്ച് കുടിയേറുന്നവരെ പോൽ ഹല്ലേലൂയ തുണയറ്റൊരു നരനെ പോലായി ഞാൻ പാർക്കുമോ. ശുഭബോല ബോല പുറൂൽ റൂഹ് കാദീശോ ഹൃദയാമോരി സൗഭാഗ്യം
നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ദൈവവുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ കദനദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽഹൂനിയാവുമോ സ്വതനായി അതിലുമില്ലാത്ത തേജസ്സുമാകാരണ്യവാനും സത്യവാനും വേണമില്ലായ്മയുടെ പ്രഭയും ജീവൻ മുറവയും സകലത്തിന്റെയും സൃഷ്ടിതാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിരകൽപ്പനയും മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് അഗോചരമല്ല. ആചരണകളുടെ ആഴവും ഹൃദയചിന്തകളുടെ തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങളിൽ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ ജയിച്ചു കളയുവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹായ നിന്റെ വത്സരപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകലാത്മാക്കളും രക്ഷീപരമില്ലായ്മ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും മനുഷ്യവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. ഇരു ലോകങ്ങൾക്ക് പരിഹാര്യമായുള്ളവരെ ഈ താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ നിന്നുള്ള അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാന മാലകന്മാർ മൂലം ഈ നിലമകളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ നിലമകളുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ നീ വിടുത്തണമേ. തിരുനാമത്തിലും തിരുവിഷ്ണമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ നിലമകൾക്കും ലഭിക്കുമാറാകണമേ. നിലമനുഷ്യപ്രീതിയായുള്ള പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ നിലമകളുടെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലം കൈ ഈ നിലമകളുടെ വീട്ടിൽ കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഈ നിലമകളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ നിലമകളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവരുടെ പ്രമാണങ്ങൾക്ക് പോലെ ഈ നിലമകളെ ജീവിക്കരുതേ. തിരുസന്നിധിയിൽ സകലം തുച്ഛക്കാർ തന്നെയാവുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കരുണ തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ നിന്റെ മകളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ നിന്റെ മകളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ദൈവമുള്ള ശ്രീഹ ഈ മകൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹങ്ങളെ രചിച്ച പൗരതകവണ്ണം നിന്റെ കരുണ ഈ നിന്റെ മകളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമത്തിലുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നതുവരെ ഈ നിരദാസിക കോട്ടയും നനിയായി കാവൽക്കാരനും സഹായം ആയിരിക്കണമേ. അവിടെ യാതൊന്നുമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവളാത്മികമാറാകണമേ. അബ്രഹാമിനെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ നിന്റെ മകൾക്ക് സന്നിധിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെളിപ്പെടുന്നതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്കും ഏത് സ്ഥാനത്തും
അവനവന്റെ ആവശ്യാനുസരണം നിസ്സരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കി കളയണമേ. ദൈവമേ, നിരവശമായുള്ള പ്രത്യാശയും കൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയവുമായ അമൃത പ്രതീക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളോട് കൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രതീക്ഷമായ പ്രസരമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത രാജ്യത്തിൽ ഭംഗിയും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധമായി സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ഓശോ വകുൽ സുബാൻ ലൗൽ മീ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും നീക്കുന്ന പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനവരുടെ നാട്ടിൽ
സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്തവരെ പോലെ പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽപ്പെട്ട മരിച്ചുപോകുന്നവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടതില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമാലാഖയുടെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാവൽധ്വനി ഇവയോടുകൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ മെസ്സിഹയിൽ ഉൾപ്പെട്ടവരായ മനുഷ്യർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവ് എതിരേൽക്കാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയുള്ള എപ്പോഴും നാം നമ്മുടെ കർത്താവിനോടുകൂടി സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചുകൊള്ളുകയും അവിനഹായി പറക്കുമോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ ലോകത്തിന് ജീവനരക്ഷയും അറിയിക്കുന്ന അയൽക്കാരനായ വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ നാളുകളിൽ വിവേകിയും താൻ പ്രകാരം കൽപ്പിച്ച് അരുളി ചെയ്തു. വീണ്ടും സ്വർഗ്ഗരാജ്യം മണവാളന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് വിവേഷ്ടിയുടെ അടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യേഷ്ടികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചത് കൊണ്ട് അവരെല്ലാവരും ഒന്നിച്ച് ഉറങ്ങി തുടങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവൻ എതിരേൽപ്പിന് പുറപ്പെടുവീനെന്ന് ആർപ്പവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദിവ്യേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീനെന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു.
ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിക്കും എന്ന് താൻ അവരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. പറയുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുരിയലായിസോൻ എന്ന് കേട്ട് ചൊല്ലണം. വർണ്ണമുള്ളതായ ഞങ്ങളുടെ മൃഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മിശിഹ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിന്നെ പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനം അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുരിയലായിസോ നന്നായി ചൊല്ലണം. കുരിയലായിസോ കുരിയലായിസോ സ്നേഹിതരെ, തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് മുമ്പായിട്ട് മുഖം കൂടുന്നതിന് മുമ്പ് അവസാനമായിട്ട് ആരെങ്കിലും കാണുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരം ആരെങ്കിലും ഇപ്പോഴും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിലേക്ക് അറിയിക്കുവാൻ തക്കവണ്ണമുള്ളത് നമ്മുടെ ഇടവമെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് തിരുമനസ്സുകൊണ്ട് ഇന്നലെ എന്നെ വിളിക്കുകയും പിന്നെ തിരുമനസ്സിന്റെ അനുശോചനം ദൈവമായിട്ട് അവനാങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് ദൈവമായിട്ട് അവനാങ്ങളെ അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ബോംബെ ഉദാസനത്തിൽ തിരുമനസ്സുകൊണ്ട് ഇന്നലെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭവനത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഓമനയമ്മച്ചി സ്നേഹാദരവുകളെന്ന പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഭദ്രാസനായിരുന്ന അമരപാല മുൻ ഭദ്രാസനാധിപനായ വിളിച്ചിട്ട് ഭവനത്തിലുള്ള അനുശോചനം അറിയിക്കണം. അച്ഛന് ഇതൊക്കെ ഉണ്ടായിരുന്ന ഇളവില് പ്രിയപ്പെട്ട അമ്മച്ചി അച്ഛന് ഓർത്തുകൊണ്ട് ദൈവമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം ഈ സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരിക്കുകയും ഈ പ്രാർത്ഥനാ इसलिए सभी लोग उस चीज में हमारे साथ എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണം. ഏറ്റവും സ്നേഹധന്യനായ ബഹുമാനപ്പെട്ട അഭിവൃദ്ധി, ബഹുമാനപ്പെട്ട പ്രിയ മാതാവിന്റെ വേർപാടിലായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവരെ, വന്നുചേർന്നിരിക്കുന്ന ഏവരുടെയും നമ്മോടൊത്ത് ആയിരുന്ന ഞാനെപ്പോഴും സ്നേഹപൂർവ്വം വിളിക്കുന്ന ഓമനയമ്മച്ചി നമ്മോട് യാത്ര പറഞ്ഞ് താൽക്കാലികമായ ഭൗതികമായ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സമാധാനത്തോടെ പ്രാർത്ഥനയോടെ യാത്രയായ വന്നിച്ചേർന്ന എല്ലാവരോടുമായ പ്രത്യേകമായ സന്തോഷം ആയിരിക്കും. നാം ഇവിടെ വന്നിരിക്കുന്നത് യാതൊരു സംശയവുമില്ല, ഈ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ശാന്തതയോടെ സമാധാനത്തോടെ ക്രിസ്തീയമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ തുടങ്ങണം. അതിന് എല്ലാവരുടെയും സഹകരണം ലഭിക്കുന്നുണ്ട്, തുടർന്ന് ഉണ്ടാവണം എന്നുള്ള കാര്യവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മരണം ഒരവസാനമല്ല, അതൊരു തുടർച്ചയാണ്. It's not an end, it's a new beginning. ഈ മരണം കൊണ്ട് അമ്മച്ചി ഇവിടെ അവസാനിക്കും. ഇവിടെ നിന്ന് ഒന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മാറ്റം
ദൈവസന്നിധിയിലേക്ക്, മനുഷ്യരുടെ ഇടയിലെ വാസത്തിൽ നിന്ന് മാറി ദൈവസന്നിധിയിൽ ദൈവത്തോടൊത്ത്, പരിശുദ്ധന്മാരോടൊത്ത്, മാലകന്മാരോടൊത്ത് ജീവിക്കുവാനുള്ളതായ ഒരനുഭവത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരനുഭവം. ഞാൻ പറയുന്നതിന് കാരണം, മരണമെന്ന് പറയുന്നത് എല്ലാവർക്കും ദുഃഖത്തിന്റെ അനുഭവം. പക്ഷെ വിശ്വാസിക്ക് മരണമെന്ന് പറയുന്നത് ദുഃഖത്തിന്റെ അനുഭവമല്ല, പ്രത്യാശയുടെ അനുഭവം. വീണ്ടും ഒരു ജീവനുണ്ട്, വീണ്ടും ഒരു ജീവിതമുണ്ട്. ദൈവത്തോട് ഒത്തുചേർന്ന് വസിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ഭാഗ്യം ലഭിക്കുന്ന അവസ്ഥ ഓരോ വിശ്വാസിക്കും ഉണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഭാഗ്യകരമായ ഒരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറയുവാനുള്ളത്, മക്കളെ, ഇത് കണ്ണുനീരിന്റെ അനുഭവമല്ല. കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. Still there is a hope that we can see our Ammachi in heaven with God. That's our hope. അതാണ് നമ്മുടെ പ്രത്യാശ. അമ്മച്ചി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ശാന്തതയോടെ സമാധാനത്തോടെ അമ്മച്ചിയെ യാത്രയാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അത് കണ്ണുനീരിന്റെ അനുഭവം ആകരുത്, കരച്ചിലിന്റെ അനുഭവം ആകരുത്, വിലാപത്തിന്റെ അനുഭവം ആകരുത്. It should be a send off, a peaceful send off. ഇത് അമ്മച്ചിക്ക് നമുക്ക് ഈ ലോകത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന വലിയ പ്രത്യാശയുടെ ഒരു അനുഭവം. അതുകൊണ്ട് നിരാശയുടെ അനുഭവത്തിലേക്ക് പോവുകയല്ല, സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവികമായ അനുഭവത്തിലേക്ക്, ദൈവ വചനത്തിൽ നിന്ന് ലഭിക്കുന്നതായ സമാധാനത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും ജീവനോടിരിക്കുന്ന എല്ലാവരോടും, നമുക്കും ഇങ്ങനെയൊരു ദിവസമുണ്ട്. ഇതൊന്ന് ഓർക്കുവാൻ തക്കവണ്ണം നമുക്കിടയാണ്. അങ്ങനെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ പാതയിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ മരണത്തെ കുറിച്ച് ഒന്ന് ഓർക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മരണത്തെ കുറിച്ച് ഒന്ന് ഓർത്താൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, യാതൊരു സംശയവും. ഈ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് അമ്മച്ചിയുമായിട്ട് ഒത്തിരി സ്നേഹത്തിന്റെ അനുഭവത്തിൽ കൈവീഴുവാൻ ഇടയായി. സന്ധ്യ നമസ്കാരത്തിൽ വരുമ്പോൾ, ഒന്നുകിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറി പോകുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് കയറി കണ്ട് ഒന്ന് സംസാരിച്ച് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു അനുഭവമായിരുന്നു അത്. ഒരുപക്ഷെ അമ്മച്ചിക്ക് ആ സമയത്ത് ഓർമ്മയ്ക്ക് ഒരു അല്പം ബലഹീനതയുണ്ടായിരുന്നു. എങ്കിൽ പോലും അമ്മച്ചിന് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുവാൻ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ അമ്മച്ചിയെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഓമന അമ്മച്ചി എന്നാണ്. എന്റെയും അമ്മച്ചി. ആ വേർപാട് ഉണ്ടാക്കുന്നതായ ഒരു വലിയ വിടവുണ്ട്, സങ്കടത്തിന്റെ ഒരു അനുഭവം. പക്ഷേ ആ സങ്കടം നമ്മുടെ കണ്ണിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചതായ പ്രത്യാശയുടെ അനുഭവം നമുക്കുണ്ടാകണം. യേശുവിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചു. 3 നാളുകൾക്ക് ശേഷമാണ് യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന്റെ സഹോദരിമാർ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു കൊടുക്കുന്ന വലിയ പ്രത്യാശയുടെ ഒരനുഭവമാണ് ആ സഹോദരിമാർക്ക് കൊടുത്തത്. എന്താ പറഞ്ഞത്? കരയുവാനല്ല, ദുഃഖിക്കുവാനല്ല, നിരാശയുടെ അനുഭവത്തിലേക്ക് പോകുവാനല്ല. അവൻ കൊടുത്ത മറുപടി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുന്ന ഒരു പിതാവിന്റെ സന്നിധിയിലേക്കാണ് ഈ പ്രിയ അമ്മച്ചി കടന്നു പോകുന്നത് എന്ന് ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മനുഷ്യനെ സംബന്ധിച്ച് 2 തരത്തിലുള്ളതായ മരണം അവനുണ്ട്. ഒന്ന്, അവന്റെ ഫിസിക്കൽ ഡെത്ത്, അവന്റെ ശരീരം മരിക്കും. മറ്റൊന്നുള്ളത് അവന്റെ സ്പിരിച്വൽ ഡെത്ത്, അവന്റെ ആത്മാവ് മരിക്കുന്ന ഒരനുഭവം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു മാറി
ദൈവവുമായിട്ട് സംസർഗമില്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവം മരണത്തിന്റെ ഒരു അനുഭവമാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം എന്താ? പ്രാർത്ഥനയോടെയാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത്. വിശ്വാസിയുടെ ജീവിതം പ്രാർത്ഥനാഭരിതമാണ്, പ്രാർത്ഥന നിറഞ്ഞതാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നതാ, ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതാ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതായ ഒരു ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് മരിക്കുവാൻ തക്കവണ്ണം സാധിക്കില്ല. ഭൗതികമായ ഈ ശരീരം മരിച്ചാലും, ഭൗതികമായ ശരീരം നഷ്ടമായാൽ നഷ്ടമാകാത്ത ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധന്മാരുടെ മധ്യേ, മാലാഖമാരുടെ മധ്യേ വസിക്കുന്നതിനായി സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഒരനുഭവമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് പറയുന്നത്, എനിക്ക് ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നത് ഏറെ ഇഷ്ടം. ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്റെ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന പൗലോസ് പഠിപ്പിക്കുന്നത്. ഇത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ മരണമല്ല, അതൊരു മാറ്റപ്പെടുത്തൽ മാത്രമാണ്. ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മനുഷ്യനെ വേറിട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശയോടെ ഈ അമ്മച്ചിയെ യാത്രയാക്കാൻ സാധിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ഇതാ, ഈ ലോകത്തിലെ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, ഇതൊരു ബൈഫർക്കേഷനാണ്, ഒരു വേർപെടുത്തൽ. ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്തി ശരീരത്തെ ഈ പ്രകൃതിയിൽ നിന്നെടുത്ത പഞ്ചഭൂതങ്ങളിലേക്ക് തിരികെ നൽകിക്കൊണ്ട് ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നു, ആ ദൈവത്തിലേക്ക് ആത്മാവിനെ മടക്കി കൊണ്ടുപോകുന്നതായ വലിയൊരു അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക്, വിശ്വാസിക്ക് മരണത്തെ ഭയമില്ലാത്തത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന പരിശുദ്ധനായ പൗലോസ് പറയുന്നത്. മരണം ലാഭമാകുന്നത് അപ്രകാരമാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിച്ച് ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിൽ അത് ലാഭം തന്നെ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ അധികം ഞാൻ ആഗ്രഹിക്കും എന്ന് പറഞ്ഞ പൗലോസ്ലീഹായുടെ വചനത്തെ നമുക്ക് ഓർക്കാം. അതുകൊണ്ട് പ്രത്യാശയോടെ സമാധാനത്തോടെ ഈ അമ്മച്ചി നമുക്ക് യാത്രയാക്കുവാൻ സാധിക്കണം. ഞാൻ എല്ലാ മറുപടികളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ രാത്രികളിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ഗുഡ് നൈറ്റ് പറയും, അല്ലേ? ആ ഗുഡ് നൈറ്റ് അവസാനിക്കുന്നുണ്ടോ? അതുകൊണ്ട് തീരുന്നില്ല. വീണ്ടും ഒരു പ്രഭാതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ പ്രഭാതത്തിൽ വീണ്ടും കൂടി കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരവസ്ഥ സ്വപ്നം കണ്ടുകൊണ്ടാണ്, ഓർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ രാത്രിയിലും ഗുഡ് നൈറ്റ് പറയുന്നത്. അതേപോലെ ഈ പ്രിയ അമ്മച്ചിയെ നമ്മൾ യാത്രയാക്കുക. തൽക്കാലത്തേക്ക് ഒരു ഗുഡ് നൈറ്റ് പറയുക. അമ്മച്ചിയെ ശാന്തതയോടെ സമാധാനത്തോടെ അമ്മച്ചിയെ ഞങ്ങൾ യാത്രയാക്കുക. ഇനി ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും, ഇനി കൂടി കാണുവാൻ തക്കവണ്ണം സാധിക്കും. പൊതു പുലരിൽ, പൊതു പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ അവിടെ വരുമ്പോൾ അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ള പ്രത്യാശയോടെ അമ്മച്ചിയെ യാത്രയാക്കുവാനായിട്ട് ഇടയാവണം. അതിന് ദൈവം വരാൻ പുത്രാദികളെ, മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ ബലപ്പെടുത്തട്ടെ. ദൈവവചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വധിച്ചേർന്നിരിക്കുന്ന ഏവർക്കും ഈ അമ്മച്ചിയെ ശാന്തതയോടെ സമാധാനത്തോടെ യാത്രയാക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിന് ദൈവം വരാൻ ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ